അതെ, ബ്ലീഡിങ് നന്നായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നല്ല ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് നടക്കണം. പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം പട്ടയം കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 65-70 വർഷമൊക്കെ പഴക്കമുള്ള സ്ഥലമാണത്. അത് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ 10 വർഷമൊക്കെ ആയിട്ടുണ്ട്. ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് പട്ടയം ഉണ്ടായിരുന്നില്ല, കൈവശരേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സ്ഥലം കച്ചവടമാക്കാതെ എനിക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞാനത് കച്ചവടം ആൾക്കാർ വരും, അവർ വന്നിട്ട് പറയും പട്ടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നു. അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മ എന്നോട് എൻ്റെ ഉള്ളിൽ ഏശയ്യ 45:2-3 എനിക്ക് വചനം തന്നു. അതുകൊണ്ട് ഞാൻ പോയി. എന്നിട്ട് ഞാനത് താലൂക്ക് ഓഫീസിൽ പോയി. എൻ്റെ ഉടമ്പടി കാശിരോ എപ്പോഴും ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി അവിടെ ചെന്ന് മാഡത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു തടിയം ബുക്ക്, ഇത്ര വലിപ്പമുള്ള ഒരു വലിയ തടിയം ബുക്ക് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അതിലുണ്ടോയെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു, അല്ലാണ്ട് ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. ഞാനത് തിരഞ്ഞ് മറിച്ച് നോക്കി ഞാൻ അമ്മയുടെ കാശിരൂപ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഓരോ ഏട് തുറക്കുമ്പോഴും അമ്മ എൻ്റെ അതിലുണ്ടാവണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ മറിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ മറിച്ച് കഴിഞ്ഞപ്പോൾ AL 44 തൊമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കണ്ടു. അപ്പം ഞാൻ അത് വീട്ടുപേര് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം തന്ന ആളുടെ പേരിലേക്ക് പട്ടയം വന്നിരിക്കുന്നതാണ്. ആരും എന്നെ സഹായിക്കാനുണ്ടായില്ല. വീട്ടുകാർ പോലും പറഞ്ഞു അതിനി കിട്ടാൻ പോണില്ല, ഇത്രയും വർഷമായി ഇതല്ലേ, അത് പോയത് തന്നെയാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അമ്മേനെ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് ചോദിക്കാൻ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ താലൂക്ക് ഓഫീസിൽ ചെന്ന് മാഡത്തിനോട് ഞാൻ പറഞ്ഞു, ഇതേ പേര് കാണാണ്ട് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ്. അപ്പോൾ മത്തായിന്നും പേര് താഴെ കാണുന്നുണ്ട്, കെയർ ഓഫ് എന്നും പറഞ്ഞു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, ഓക്കെ നിങ്ങൾ അപേക്ഷ വെച്ച് തന്നോളാൻ പറഞ്ഞു. അപേക്ഷ വെച്ച് കൊടുക്കാൻ ചെല്ലുമ്പോൾ അറിയണത് എന്താണെന്ന് വെച്ചാൽ